Hi everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഫ്രേസും വേർബും തമ്മിലുള്ള ഡിഫറൻസും ഇംഗ്ലീഷിൽ അതിൻ്റെ ഉപയോഗവുമാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. A phrasal verb is a combination of a verb and one or more prepositions or adverbs when used together create a meaning different from the individual words. അതായത് ഒരു വേർബ് അല്ലെങ്കിൽ ക്രിയയും ഒന്നോ അധികമോ പ്രൊപ്പോസിഷനുകളോ അഡ്വേർബുകളോ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ വ്യക്തിഗത അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി അർത്ഥം സൃഷ്ടിക്കുന്നതാണ് ഫ്രേസൽ വേർബ്. ചില ഉദാഹരണങ്ങളിൽ കൂടി നമുക്ക് അതിനെ മനസ്സിലാക്കാം. ലുക്കപ്പ്, അതിൻ്റെ അർത്ഥം സെർച്ച് ഫോർ ഇൻഫർമേഷൻ ആണ്. തിരയുക എന്നാണ് മലയാളത്തിൽ. സെന്റൻസ് വരുമ്പോൾ ഐ നീഡ് ടു ലുക്കപ്പ് ദ ഡെഫിനിഷൻ ഓഫ് ദിസ് വേർഡ്. മറ്റൊരു ഉദാഹരണം ഗിവ് അപ്പ്, ടു ക്വിറ്റ് എന്നാണ് അർത്ഥം. ഉപേക്ഷിക്കുക എന്നാണ് മലയാളത്തിൽ. സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഡോണ്ട് ഗിവ് അപ്പ് യുവർ ഡ്രീംസ്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ടേക്ക് ഓഫ്, അതിൻ്റെ അർത്ഥം ടു ഡിപ്പാർട്ട് എന്നാണ്. പുറപ്പെടുക എന്നാണ് എൻ്റെ മലയാളം. സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ് ഇൻ 10 minutes. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ സംതിങ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നീട്ടി വെക്കുക എന്നാണ് മലയാളം. സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ ലെറ്റ് us put off the meeting until next week. ഇപ്രകാരമുള്ള ഫ്രേസൽ വേർബ് നിരവധിയുണ്ട്. ഇൻഡിവിജ്വൽ വേർഡിൻ്റെ അർത്ഥമല്ല, ഫ്രേസൽ വേർബിന് തനതായ ഒരർത്ഥമുണ്ട്. ഇതിൽ നിന്ന് ഫ്രേസ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. ഈ വിഷയങ്ങളെല്ലാം സെൻറ്റൻസ് സ്ട്രക്ചറിന് നമ്മെ സഹായിക്കും. സെൻറ്റൻസ് മനസ്സിൽ രൂപപ്പെട്ടാലേ എഴുതുവാനോ പറയുവാനോ നമുക്ക് എളുപ്പം സാധിക്കുകയുള്ളൂ. തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഫ്രേസ് എന്നാൽ എന്താണ്? എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻ ടുഗദർ ഇൻ എ സെന്റൻസ് ബട്ട് ഡു നോട്ട് കണ്ടെയ്ൻ എ സബ്ജക്റ്റ് ആൻഡ് എ വേർബ്. ഒരു സെന്റൻസിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എന്നാൽ സബ്ജക്റ്റും വേർബും അടങ്ങിയിട്ടില്ലാത്ത പദങ്ങളുടെ ഒരു കൂട്ടമാണ് ഫ്രേസ്. ഫ്രേസസിന് നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, പ്രിപ്പോസിഷൻ ഫ്രേസ് എന്നിങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി നൗൺ ഫ്രേസ്. ദ ബിഗ് ബ്രൗൺ ഡോഗ്, എ കപ്പ് ഓഫ് ഹോട്ട് ടീ, ദ ടോൾ ബിൽഡിംഗ് ഓൺ ദ കോർണർ. ഇനി വേർബ് ഫ്രേസ് നോക്കാം. റാൻ ക്വിക്ക്ലി, jumped over the fence, can swim very well. Ini preposition phrase. In the morning, under the table, behind the house. Phrase ഒരാശയത്തെ കാണിക്കുന്നു. noun phrase, verb phrase, preposition phrase എന്നിങ്ങനെ ഫ്രേസസ് പലതരത്തിൽ ഉള്ളവയാണ്. ഇപ്രകാരമൊക്കെയാണ് ദൈനംദിന ഇംഗ്ലീഷ് യൂസിൽ ഫ്രേസിൻ്റെയും ഫ്രേസൽ വേർബിൻ്റെയും ഉപയോഗങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.